ഹലോ എവരിവൺ, ദിശ അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സഫാരി ബാച്ചിലെ സെക്കൻഡ് വീക്ക് ഷെഡ്യൂൾ ആണ്. ഓക്കെ, അതിൽ വന്ന മാത്സ് ആണ്. മാത്സിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ നോക്കാൻ പോകുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനും സിംപ്ലിഫിക്കേഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത്യാവശ്യം നമുക്ക് കുറച്ച് പിക്ക് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോ നമ്മള് ദിശ അക്കാഡമി ടെലിഗ്രാം ചാനലിൽ നമ്മളൊരു ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ടൈം ടേബിൾ പോലെ നിങ്ങൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിൽ. അപ്പൊ ആ ഷെഡ്യൂളിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഫസ്റ്റ് വീക്കിലുള്ള എല്ലാം പഠിച്ച് നിങ്ങൾ ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് വരുമല്ലേ? ആ ഒരു ടൈം ടേബിൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ, കാരണം നമുക്ക് എപ്പോഴും വേണ്ടത്, ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടൈം ടേബിൾ ആണ്. ആ ടൈം ടേബിൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്സ് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അറിയാം ഇത്രയും ടോപ്പിക്സ് പഠിക്കാനുണ്ടെന്ന് അറിയാം, പക്ഷെ നമുക്കൊരു ടൈം മാനേജ്മെന്റും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഒരിക്കലും പോസിബിൾ അല്ല ഒരു എക്സാം ക്ലിയർ ചെയ്യാന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ NTPCക്ക് വേണ്ടി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. കൃത്യമായിട്ട് ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് ടോപ്പിക്സ് എല്ലാം ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ച് മനസ്സിലാക്കിയാലേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ്, നിങ്ങളെ ക്ലാസ് പോകുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ 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 പോകുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. റേഷ്യോ ഓഫ് ദ പെർസെന്റേജ് ഓഫ് എ മദറിന്റെയും ഡോട്ടറിന്റെയും പെർസെന്റേജിന്റെ റേഷ്യോ 7:1 ആണ്. 5 years 5 വർഷം കഴിഞ്ഞിട്ട് അവരുടെ ഏജ് എത്ര ആയിട്ട് വരുന്നു? 4:1 ആയിട്ട് വരുന്നു. ഡിഫറൻസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ പെർസെന്റേജ്? അവരുടെ പെർസെന്റേജിന്റെ ഡിഫറൻസ് ആണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഏജ് റിലേറ്റഡ് പ്രോബ്ലത്തില് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ തന്നിരിക്കുന്നത് രണ്ടുപേരുടെയും പെർസെന്റേജും 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജുമാണ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് സെയിം ആണ്. ഇവിടെ രണ്ടുപേരെയും പെർസെന്റേജ്, ഇവിടെ രണ്ടുപേരെയും 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഏജ് ഗ്യാപ്പ് അങ്ങ് സെയിം ആക്കണം. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, ഏജ് ഗ്യാപ്പ് സെയിം ആക്കാം. നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ ഏജ് ഗ്യാപ്പ് 6ഉം ഇവരുടെ ഏജ് ഗ്യാപ്പ് 3ഉം ആണ്. അപ്പൊ 6ന്റെയും 3യുടെ LCM നമുക്കറിയാം. നമ്മൾ ഈ ഏജ് ഗ്യാപ്പ് 6, ഇവിടെ രണ്ടും സെയിം ആക്കണമെങ്കിൽ 6ന്റെയും 3യുടെയും LCM എടുക്കാം. 6ന്റെയും 3യുടെ LCM എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 എന്നല്ലേ വരുന്നത്. നമുക്ക് ഓൾറെഡി ഇവിടെ ഏജ് ഗ്യാപ്പ് 6 ആണ്, അതുകൊണ്ട് ഇവിടെ ഒന്നും മാറ്റണ്ട. പക്ഷെ താഴെ നമ്മൾ ഏജ് ഗ്യാപ്പ് സെയിം ആക്കണം. ഓക്കെ, D 7:1 4:1. ഇവിടെ നമ്മൾ 3 ഗ്യാപ്പിനെ into 2 ചെയ്യാം. ത്രൂ ഔട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ M:D ആകുമ്പോ 7:1 ആണ്. ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8:2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ ചോദ്യത്തില് ദ ഡിഫറൻസ് ഇൻ ദ പെർസെന്റേജ്, അവരുടെ പെർസെന്റേജിന്റെ ഡിഫറൻസ് ആണ് അറിയേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ 7:8, 7 എന്ന് പറയുന്ന വാല്യൂ 8 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് മാറി. ഓക്കെ, 1 എന്ന് പറയുന്ന വാല്യൂ 2 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് മാറി. എപ്പോഴ്? 5 വർഷം കഴിഞ്ഞപ്പോഴ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ട്, ഒരു യൂണിറ്റ് എന്റെ വ്യത്യാസമല്ലേ ഉള്ളത്. ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 വർഷം എന്ന് നമുക്ക് പറഞ്ഞൂടെ? ഓക്കെ, ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5 വർഷം നമുക്ക് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെർസെന്റേജ്, യഥാർത്ഥത്തിൽ ഇവരുടെ ഏജ് ഗ്യാപ്പ് എത്ര? പെർസെന്റേജിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇവരുടെ പെർസെന്റേജിന്റെ ഡിഫറൻസ് രണ്ടും 6 തന്നെയല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു യൂണിറ്റിന്റെ വാല്യൂ 5 ആണ്. അപ്പൊ 6 യൂണിറ്റിന്റെ വാല്യൂ 6 × 5 ആകുമ്പോ എത്ര? 30 years ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 7:1 ആണ് പ്രസന്റ് റേഷ്യോ, 4:1 ആണ് ആഫ്റ്റർ 5 years. ഫസ്റ്റ് സ്റ്റെപ്പ് പെർസെന്റേജും 5 yearsഉം കഴിഞ്ഞിട്ടുള്ളതും ആണ് തന്നേക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ സെയിം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പെർസെന്റേജ് രണ്ടുപേരുടെ 5 years ശേഷമുള്ളതാണ്. ചില ക്വസ്റ്റ്യനില് ഒരാളുടെ പെർസെന്റേജും ഒരാളുടെ 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജിന്റെ റേഷ്യോ ആയിരിക്കും തരുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പാടില്ല. ഇത് രണ്ടുപേരും
ഒരേ സമയത്തുള്ള റേഷ്യോ ആണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ ഏജ് ഗ്യാപ്പ് ശ്രദ്ധിക്കുക, ഏജ് ഗ്യാപ്പ് സെയിം ആക്കുക. ഏജ് ഗ്യാപ്പ് സെയിം ആക്കി LCM 6 എടുത്ത് സെയിം ആക്കി. നമുക്കറിയാം ഇവിടെ 6 ആണ് ഓൾറെഡി, ഇവിടെ 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമ്മൾ ഏജ് ഗ്യാപ്പ് അങ്ങ് സെറ്റ് ആക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത സ്റ്റെപ്പ് ഇവരുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 7 എന്ന് പറയുന്ന വാല്യൂ 8 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റിന്റെ വ്യത്യാസം. ഈ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 5 ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഏജ് ഗ്യാപ്പ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഏജ് ഗ്യാപ്പ് ആകുമ്പോൾ 6 യൂണിറ്റ് അല്ലേ? 6 യൂണിറ്റ് ആകുമ്പോൾ 6 into 5 30 ഇയേഴ്സ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 6 into 5 30 ഇയേഴ്സ് ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ 30 ഇയേഴ്സ്. ഓക്കെ, ഇത്ര മനസ്സിലായി കാണുമല്ലോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം നമുക്ക്. ഓക്കെ, അടുത്തത് ഇൻ ട്രയാങ്കിൾ PQR ഇഫ് 4 angle P is equal to 5 angle Q is equal to 20 angle R, then find the value of angle Q. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചാൽ ഈ പാറ്റേണിന്റെ റേഷ്യോ കണ്ടുപിടിച്ചാലല്ലേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം 2A is equal to 4B is equal to 3C എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ A is to B is to C യുടെ റേഷ്യോ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മള് ഏറെ വാല്യൂ കണ്ടുപിടിക്കുമ്പോ ഏനെ അങ്ങ് പൊത്തിപ്പിടിക്കുക. ഏനെ നോക്കരുത്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ആരാ? 4 തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഫ്രണ്ടിലുള്ള നമ്പർ ശ്രദ്ധിക്കാം. 4 ഇവിടെ 3 അല്ലേ? അപ്പൊ 4 into 3 ആണ് ഇവിടത്തെ ഉത്തരം 12. ഇനി നമ്മൾ ബി കണ്ടുപിടിക്കാൻ ബീനെ മാത്രം പൊത്തിപ്പിടിക്കുക. അപ്പുറത്തുള്ള 2 3 ആണ്. അപ്പൊ 2 into 3 6 ആണ് ബിയുടെ വാല്യൂ. ഇനി സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സീനെ അങ്ങ് പൊത്തിപ്പിടിക്കുക. 2 into 4 ആണ് അവിടെയുള്ള ബാക്കിയുള്ള നമ്പർ, ഇവിടെ 8. അപ്പൊ നമുക്ക് കിട്ടുന്ന റേഷ്യോ ഇതിനെ നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. 6:3:4 ആണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആംഗിൾ Q ആണ്. ആംഗിൾ Qയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആംഗിൾ Qയുടെ വാല്യൂ എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പും ചെയ്ത് വെക്കണം. 4 angle P is equal to 5 angle Q is equal to 20 angle R. അപ്പൊ P യുടെ വാല്യൂ, Qയുടെ വാല്യൂ, Rന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ കണ്ടുപിടിക്കാൻ ആദ്യമേ P ഒന്ന് പൊത്തിപ്പിടിക്കുക. ബാക്കി നിൽക്കുന്ന 5 into 20 100 ആണ്. ഇനി അടുത്ത Q ഒന്ന് പൊത്തിപ്പിടിക്കുക. ബാക്കി നിൽക്കുന്ന 4 into 20 80 ആണ്. ഇനി അടുത്തത് പൊത്തിപ്പിടിക്കുക. 4 into 5 ആകുമ്പോൾ നമുക്ക് 20. അങ്ങനെ വേണം എപ്പോഴും ചെയ്യാനായിട്ട്. ഞാൻ ഈ പൊത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് മറച്ചു വെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ എക്സാം ടൈമിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ടിപ്പിക്കലി ആ ഒരു ലാംഗ്വേജിൽ തന്നെ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഈ 20യും 80യും 100ഉം എല്ലാം ക്യാൻസൽ ചെയ്തു. 1ഉം ഇവിടെ 4ഉം ഇവിടെ നമുക്ക് 5ഉം അല്ലേ നമുക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ റേഷ്യോ 5:4:1 ആണ്. ഇനി നമുക്ക് വേണ്ടത് Qയുടെ വാല്യൂ ആണ്, ആംഗിൾ Qയുടെ വാല്യൂ. നമുക്ക് ഇനി കണ്ടുപിടിക്കാൻ ആകെ ഒരു വഴിയേ ഉള്ളൂ. ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ദ ആംഗിൾസ് എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് all the angles of a triangle. ഒരു ട്രയാങ്കിളിന്റെ അകത്തുള്ള എല്ലാ ആംഗിൾസിന്റെയും സം എന്ന് പറയുന്നത് എത്ര? 180 ഡിഗ്രി ആണ്. ഓക്കെ, 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നേക്കുന്ന 5ഉം 4ഉം 1ഉം കൂടെ ചേർത്താലാണ് 3 ആംഗിൾസ് വരിക. അവരെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര? 10 യൂണിറ്റ് എന്ന് കിട്ടും. ഈ 10 യൂണിറ്റ് ആണ് 180. അപ്പൊ 1 യൂണിറ്റിന്റെ വാല്യൂ എത്ര? 18. 1 യൂണിറ്റ് 18 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട Qന്റെ വാല്യൂ ആണ്. ആംഗിൾ Q 4 യൂണിറ്റ് ആണ്. അപ്പൊ 4 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 18 into 4. നമുക്ക് കിട്ടുന്ന ആൻസർ അല്ല, 72 ആണ് ആൻസർ ആയിട്ട് വരിക. കാരണം ലാസ്റ്റ് 2 ഉള്ള നമ്പർ അല്ലേ. അപ്പൊ ഓപ്ഷനോട്ട് നോക്കുമ്പോൾ 72 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്ന് എടുത്തേക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ PYക്ക് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ മാക്സിമം വരാൻ സാധ്യത ഉള്ള ക്വസ്റ്റ്യൻസും ആണ് എടുത്തേക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോ ഇത്രയും ഓക്കെ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മനസ്സിലായോ? അപ്പൊ ഈ പാറ്റേൺ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. റേഷ്യോ ഇങ്ങനെ വന്നാൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന പാറ്റേൺ ഓർത്ത് വെച്ചേക്കാം.
ഓക്കെ. പിന്നെ സം ഓഫ് ഓൾ ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180 ഡിഗ്രി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 യൂണിറ്റും 10 യൂണിറ്റ് ആണ് 180. അപ്പൊ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടും? 18. 4 യൂണിറ്റ് ആണെങ്കിലോ 18 ഇൻറ്റു 4 ആകുമ്പോൾ 72 ഡിഗ്രിയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നിങ്ങൾ പിന്നെ RRB NTPC 2026 ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ സ്ലൈഡിൽ കൊടുത്തേക്കുന്നത്. നിങ്ങൾ താല്പര്യമുള്ളവര് റെഫർ ചെയ്യാം കേട്ടോ. ഓക്കെ, കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചിരുന്നാൽ മതി. ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചിരുന്നാൽ മതി. ഓക്കെ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമ്പൗണ്ടഡ് റേഷ്യോ ഓഫ് 2:5, 5:11 and 33:8? ഈ കോമ്പൗണ്ടഡ് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തന്നേക്കുന്ന എല്ലാ വാല്യൂസിന്റെയും ഫസ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് ലാസ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത്. ഫസ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 2 × 5 × 33. 2 × 5 × 33 എന്ന് പറഞ്ഞാൽ 10 × 33 ആണ് ഫസ്റ്റ് ഡിജിറ്റ്. രണ്ടാമത്തെ ഡിജിറ്റ് ആണെങ്കിലോ 5 × 11 × 8. 5 × 11 × 8. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് 330 അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 5 × 8 ആകുമ്പോൾ 40. അപ്പൊ 440 ആണ് ഇവിടെ വരിക. നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 3:4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ 3:4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ കോമ്പൗണ്ടഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ടിലുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ബാക്കിലുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത്. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പൗണ്ടഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം നമുക്ക്. ഇത്ര ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ വായിച്ച ആദ്യമേ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെക്കുക. Fresh grapes contain 80% water, while dry grapes contain 10% water. If the weight of the dry grapes is 225 kg, what was its total weight when it was fresh? ഓക്കെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 80% ഫ്രഷ് ഗ്രേപ്സ്. ഇപ്പൊ രണ്ട് ടൈപ്പ് ഗ്രേപ്സ് ആണുള്ളത്, ഫ്രഷ് ഗ്രേപ്സും ഡ്രൈ ഗ്രേപ്സും. ഫ്രഷ് ഗ്രേപ്സിൽ വാട്ടർ കണ്ടന്റ് 80% എന്ന് പറയുന്നുണ്ട്. അപ്പൊ വാട്ടർ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പൾപ്പ് കണ്ടന്റ് ഇല്ലേ? ആ പൾപ്പ് കണ്ടന്റ് ആയിരിക്കും ബാലൻസ് ഉള്ള 20%. ഓക്കെ. അപ്പോ 80% വാട്ടർ ആണെങ്കിൽ പൾപ്പ് കണ്ടന്റ് 20%. ഡ്രൈ ഗ്രേപ്സിൽ പറഞ്ഞേക്കുന്നത് 10% വാട്ടറേ ഉള്ളൂ. അപ്പൊ അതിനർത്ഥം പൾപ്പ് കണ്ടന്റ് ആണ് 90%. നമ്മൾ ഈ ശതമാനം എല്ലാം ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോ ശതമാനം എല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇത് 4:1 റേഷ്യോ ആണ് ഇവിടത്തെ റേഷ്യോ. ഇവിടെ വരുന്നത് 1:9 റേഷ്യോ ആണ്. ഓക്കെ. ഇനി നമ്മൾ ഇതിൽ ഓർത്തിരിക്കേണ്ട ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫ്രഷ് ഗ്രേപ്സിലും ഡ്രൈ ഗ്രേപ്സിലും പൾപ്പിന്റെ അളവ് സെയിം ആയിരിക്കും. വെള്ളത്തിന് മാത്രമല്ല, ഇപ്പൊ നമ്മളെ വീട്ടിൽ കുറച്ച് മുന്തിരിങ്ങ ഉണക്കുവാന്ന് വെച്ചോ, ഗ്രേപ്സ് ഉണക്കുവാണ്. അപ്പൊ നമ്മള് ഗ്രേപ്സ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്ത് തന്നെയാ? വെള്ളം പോയി കഴിഞ്ഞിട്ട് നേരത്തെ അവിടെ ഉള്ള പൾപ്പ് തന്നെയാണ് നമുക്ക് ചുളുങ്ങി കിട്ടുന്നത്. ഓക്കെ. അപ്പോ നമ്മുടെ ഫ്രഷ് ഫ്രൂട്ടിനെ ഡ്രൈ ഫ്രൂട്ട് ആക്കുമ്പോൾ എന്ത് മാത്രമേ മാറുന്നുള്ളൂ? വാട്ടർ കണ്ടന്റ് മാത്രമേ മാറുന്നുള്ളൂ. അവിടെയുള്ള ഫ്ലഷ് കണ്ടന്റ് അവിടെ അതേപോലെ തന്നെ നിൽക്കും. അപ്പൊ ഇതിനകത്തുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പൾപ്പ് കണ്ടന്റ് 1 ആണ്, ഇവിടെയുള്ള പൾപ്പ് കണ്ടന്റ് 9 ആണ്. ഇതിനെ അങ്ങ് സെയിം ആക്കണം. ഓക്കെ. ഫ്രഷ് ഫ്രൂട്ടിന്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ടത് പൾപ്പിന്റെ കണ്ടന്റ് സെയിം ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഇവിടെ 1 ആണ്, ഇവിടെ 9 ആണ്. നമ്മൾ LCM എടുക്കാം. 1ന്റെ 9ന്റെ LCM നമുക്ക് എത്ര വരുന്നേ? 9 എന്ന് വരും. ഓക്കെ. 9 എന്ന് കിട്ടിയില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇതിന് മൊത്തത്തിൽ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഇവിടെ ഓൾറെഡി 9 ആണ്. ഇവിടെ നമ്മൾ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 36:9 ആണ്. ഓക്കെ ആണല്ലോ ഇത്രയും. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ വെയിറ്റ് ഓഫ് ദ ഡ്രൈ ഗ്രേപ്സ് ഇസ് 225 kg, ഡ്രൈ ഗ്രേപ്സിന്റെ വെയിറ്റ് 225 kg ആണെങ്കിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഫ്രഷ് ഗ്രേപ്സ്, അപ്പോ ഡ്രൈ ഗ്രേപ്പിന്റെ വെയിറ്റ് 225 എന്ന് പറഞ്ഞാൽ 1:9, മൊത്തത്തിൽ 10 യൂണിറ്റ് ആണ് 225. അവിടെ
അവിടെ നിന്ന് ഒരു യൂണിറ്റിന്റെ വാല്യൂ 225 ഡിവൈഡഡ് ബൈ 10 ആണ് ഒരു യൂണിറ്റിന്റെ വാല്യൂ. നമുക്കിനി വേണ്ടത് എത്ര യൂണിറ്റിന്റെ വാല്യൂ ആണ്? ഫ്രഷ് ഗ്രേപ്സിന്റെ വാല്യൂ. ഫ്രഷ് ഗ്രേപ്സ് രണ്ടും കൂടെ ചേരുമ്പോൾ 45 യൂണിറ്റിന്റെ വാല്യൂ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അവിടെ എഴുതിയത് നമുക്ക് കാണത്തില്ലല്ലോ, അതുകൊണ്ട് ഈ സൈഡിലോട്ട് എഴുതുക. അപ്പൊ 45 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ 225 ഡിവൈഡ് ബൈ 10 ആണ്. അപ്പൊ 45ന്റെ ആകുമ്പോ ഇൻറ്റു 45 ചെയ്യുക. ഇത് രണ്ടും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം 5 വെച്ചിട്ട്. അപ്പൊ ഇവിടെ ഒരു 2 വരും. ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായാലും പോയിന്റ് വാല്യൂ വരുന്ന ആൻസർ ആയിരിക്കും എന്ന് മനസ്സിലായി. എന്തായാലും കട്ട് ചെയ്തോ. 45 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ പോയിന്റ് വാല്യൂ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമുക്ക് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ ചെയ്യുന്നത് എങ്ങനെയാന്ന്? പോയിന്റ് വാല്യൂ വരത്തുള്ളൂ, കാരണം നമ്മൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള ആൻസർ അല്ല നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പോയിന്റ് വാല്യൂ ഉള്ള ആൻസർ ആണ് ഓപ്ഷൻ എ ആണ് വരിക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫ്രഷ് ഗ്രേപ്സിന്റെയും ഡ്രൈ ഗ്രേപ്സിന്റെയും റേഷ്യോ കണ്ടുപിടിച്ച് എഴുതുക. എന്നിട്ട് പൾപ്പ് കണ്ടന്റ് രണ്ട് സൈഡിലും സെയിം ആക്കുക. പൾപ്പ് കണ്ടന്റ് രണ്ട് സൈഡിലും സെയിം ആക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 1:9 ആണ് പൾപ്പ് കണ്ടന്റ്, ഇവിടെ 4:1 ആണ് പൾപ്പ് കണ്ടന്റ്. അപ്പൊ നമുക്ക് 1 ഉം 9 ഉം. അപ്പൊ 1 ഉം 9ന്റെ LCM എടുക്കുക, നമുക്ക് 9 കിട്ടി. ഇനി നമ്മൾ ആ ഫ്രഷ് ഗ്രേപ്സിന്റെ അവിടെ നമ്മൾ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എന്താ, ഇവിടെ പൾപ്പിന്റെ അളവ് 1 ആണ്, നമ്മൾ 9ലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 36:9 ആണ് നമുക്ക് കിട്ടുക. നമുക്ക് ഇനി അറിയാം 10 യൂണിറ്റ് 225 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഡ്രൈ ഗ്രേപ്സ് മൊത്തത്തില് 10 യൂണിറ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ 225 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1 + 9 10 ആണല്ലോ, അത് 225 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇവിടെ 100 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 225 ഡിവൈഡ് ബൈ 10 അല്ലേ. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അടുത്ത കൺസെപ്റ്റ് എന്താ, നമ്മുടെ ടോട്ടൽ ഡ്രൈ ഫ്രൂട്ട്സ് അല്ല ഫ്രഷ് ഫ്രൂട്ട്സിന്റെ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രഷ് ഫ്രൂട്ട്സിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 45 യൂണിറ്റ്. അപ്പൊ 45 യൂണിറ്റ് ആകുമ്പോൾ 225 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 45 നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? ഓപ്ഷൻ എ 1012.5. ഓക്കെ ആണല്ലോ. ഇടയ്ക്ക് കപ്പ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സോറി. അപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്തൊരു ടൈപ്പ് നമ്മൾ നോക്കി. ഇനി അടുത്ത വേറൊരു കോയിൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത ടൈപ്പ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ദ നമ്പർ ഓഫ് കോയിൻസ് ഓഫ് 25 പൈസ, 50 പൈസ, ₹2 and ₹5 and the ratio 5:4:3:1 respectively. ഇവിടെ തന്നേക്കുന്നത് എന്തിന്റെ റേഷ്യോ ആണ്? നമ്പറിന്റെ റേഷ്യോ ആണ്, എണ്ണത്തിന്റെ റേഷ്യോ ആണ് തന്നേക്കുന്നത്. ടോട്ടൽ എമൗണ്ട് 285 രൂപയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് 25 പൈസ ആൻഡ് 5 പൈസ കോയിൻ ആണ് ചോദ്യം. 5 rupees കോയിൻ ആണ് ചോദ്യം. അപ്പൊ നമ്മള് ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് പറഞ്ഞാൽ തന്നേക്കുന്ന നമ്പറിന്റെ റേഷ്യോ ആണ്, പക്ഷെ തന്നേക്കുന്ന ടോട്ടൽ എമൗണ്ട് ആണ് 285 എന്ന് തന്നേക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 10 രൂപയുടെ കോയിൻ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ 10 രൂപയുടെ ഒരു 20 കോയിൻ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യനെ പറയുന്നത്. 10 രൂപയുടെ 20 കോയിൻ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ടോട്ടലി എത്ര എമൗണ്ട് ഉണ്ട്? 10 രൂപയുടെ 20 കോയിൻസ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 200 rupees അല്ലേ. നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ? എണ്ണം ഇൻറ്റു ആ വാല്യൂ അല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ടോട്ടൽ എമൗണ്ട് കിട്ടിയത്. എണ്ണം ഇൻറ്റു ആ വാല്യൂ ആണ് ടോട്ടൽ എമൗണ്ട്. ഇവിടെ നമുക്ക് എണ്ണത്തിന്റെ റേഷ്യോയും അതിന്റെ വാല്യൂയും നമുക്കറിയാം. ഓക്കെ, അപ്പൊ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം 25 പൈസ, 50 പൈസ, ₹2, ₹5. നമുക്ക് വേണമെങ്കിൽ എല്ലാത്തിനെയും അങ്ങ് റുപ്പീസിലോട്ട് എഴുതാം. 25 പൈസ എന്ന് പറഞ്ഞാൽ റുപ്പീസിലോട്ട് ആക്കാൻ 25 ഡിവൈഡ് ബൈ 100 ആണ് ചെയ്യേണ്ടത്. ഒരു പൈസേനെ റുപ്പീസിലോട്ട് ആക്കാൻ ഡിവൈഡ് ബൈ 100, അതേപോലെ റുപ്പീസിനെ പൈസയിലോട്ട് ആക്കാൻ ഇൻറ്റു 100. ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട. 1 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 100 പൈസയാണ് 1 രൂപ. അപ്പൊ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ, റുപ്പീസിലെ പൈസയിലോട്ട് ആക്കാൻ. അതേപോലെ 100 പൈസയാണ് 1 രൂപ എന്ന് പറഞ്ഞാൽ 100 എന്ന് പറയുന്ന വാല്യൂ 1 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ 100 ആയിരിക്കും നിങ്ങളപ്പോ ചെയ്യുക.
ഓക്കെ, അപ്പൊ 25 ഡിവൈഡ് ബൈ 100 ഇവിടെ 1/4 റുപ്പീസ് ആണ്. 50 ഡിവൈഡ് ബൈ 100 ആകുമ്പോൾ 1/2 റുപ്പീസ്, ഇവിടെ 2 റുപ്പീസ്, ഇവിടെ 5 റുപ്പീസ്. ഇനി ഇവരുടെ നമ്പറിന്റെ റേഷ്യോ എന്ന് പറയുന്നത്, നമ്പറിന്റെ റേഷ്യോ 5:4:3:1. ഓക്കെ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട എക്സ് എന്ന് എടുക്കുക. 5x-ഉം 4x-ഉം 3x-ഉം 1x ഒന്നും എടുക്കുക, കാരണം റേഷ്യോ ആണ്, എക്സാക്ട് വാല്യൂ അല്ല. അപ്പൊ നമ്മുടെ ഇവിടുത്തെ 50 പൈസ 25 പൈസ എത്ര എമൗണ്ട് ഉണ്ട്? 5x/4 എമൗണ്ട് ഉണ്ട്. പിന്നെ 50 പൈസ ആണെങ്കിലോ 4x/2 എമൗണ്ട് ഉണ്ട്. ഇവിടെ ആണെങ്കിലോ 6x, ഇവിടെ ആണെങ്കിൽ 5x ഈക്വൽ ടു 285. രണ്ടും കൂടെ ക്യാൻസൽ, ഇവിടെ 2 വന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുക, 13x പ്ലസ് 5x ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 285. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 4 13 × 4 ആകുമ്പോൾ നമുക്ക് 52 വരും. 52 പ്ലസ് 5 ആകുമ്പോൾ 67. 67 അല്ല 57 ആണ്. 57. അപ്പോ നമുക്ക് കിട്ടുക 57x ഡിവൈഡ് ബൈ 4 ആണ് 285 എന്ന് പറയും. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 57 ഇൻറ്റു ഒരു 5 എന്ന് ചെയ്ത് നോക്കുക, കാരണം ലാസ്റ്റ് 5 ആണ് നിൽക്കുന്നത്. അപ്പൊ 3 285 വരുന്നുണ്ടല്ലോ. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇവിടെ 1 എന്നും വന്നു, ഇവിടെ 5 എന്നും വന്നു. എക്സിന്റെ വാല്യൂ അപ്പോ 4 × 5 20 എന്ന് വന്നു. എക്സിന്റെ വാല്യൂ 20 ആണെങ്കിൽ നമ്മുടെ ചോദ്യം 25 പൈസ കോയിന്റെയും 5 റുപ്പീസ് കോയിന്റെയും എണ്ണത്തിന്റെ വ്യത്യാസമാണ്. 25 പൈസ കോയിൻ 5x എണ്ണം ഉണ്ട്. ഇനി അടുത്ത 5 റുപ്പീസ് കോയിൻ 1x എണ്ണം ഉണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? 4x. അപ്പൊ 4xന്റെ വാല്യൂ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. നമുക്കറിയാം എക്സിന്റെ വാല്യൂ 20 ആണ്. അപ്പൊ 4 × x 20 ആണ്. അപ്പൊ 80 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി 80. ഇത് ചെയ്യുന്ന മനസ്സിലായോ? നമ്മുടെ കയ്യിൽ എമൗണ്ട് തന്നേക്കുന്നത് കൊണ്ടിട്ടാണ് ഓരോന്നിന്റെയും വാല്യൂ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എമൗണ്ട് തന്നേക്കുന്നത് കൊണ്ടാണ് ഓരോന്നിന്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചു. എല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് 285 വരിക. അവിടെ നിന്ന് എക്സിന്റെ വാല്യൂ 20 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ 20 ആണെങ്കിൽ നമ്മുടെ ചോദ്യം നമ്പറുകളുടെ വ്യത്യാസമാണ്. 25 പൈസ കോയിന്റെ നമ്പറും 5 റുപ്പീസിന്റെ നമ്പറിന്റെ വ്യത്യാസമാണ്. അപ്പൊ എത്ര? 4x എന്നാ വരിക. 4 × 20 ആകുമ്പോൾ ആൻസർ എത്ര? 80. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഇനി അടുത്തത് 615 കോയിൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ടൈപ്പ് മാറി, മൊത്തത്തില് 615 കോയിൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അതില് എന്തൊക്കെയുണ്ട്? 1 റുപ്പീസ് കോയിൻ ഉണ്ട്, 50 പൈസ കോയിൻ ഉണ്ട്, 25 പൈസ കോയിൻ ഉണ്ട്. The value are in the ratio. അവരുടെ വാല്യൂ നേരത്തെ നമ്പറിന്റെ റേഷ്യോ തന്നിരുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്താ? നമ്പറിന്റെ റേഷ്യോ ആണ് തന്നത്. ഇവിടെ എന്താ? വാല്യൂവിന്റെ റേഷ്യോ ആണ് 3:5:7 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വാല്യൂവിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ നമ്പർ ഓഫ് 50 പൈസ കോയിൻ. 50 പൈസ കോയിന്റെ എണ്ണമാണ് വേണ്ടത്. ഇവിടെ 615 നമ്പർ ഓഫ് കോയിൻസും തന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇനി 615 നമ്പർ ആയതുകൊണ്ട് തന്നെ ഈ റേഷ്യോ ഈ നമ്പർ വെച്ചിട്ടേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ വാല്യൂവിൽ നിന്ന് എങ്ങനെ നമ്പറിലോട്ട് എത്താം? റേഷ്യോ വാല്യൂലാണ് തന്നിരിക്കുന്നത്. അത് നമ്പറിലോട്ട് എത്തിയാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കൂ. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഇപ്പൊ 200 രൂപയുണ്ട്. ഈ 200 രൂപ മേക്ക് ചെയ്തേക്കുന്നത് 10 റുപ്പീസ് കോയിൻ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ കയ്യില് 200 റുപ്പീസ് ഉണ്ട്. 200 റുപ്പീസ് മേക്ക് ചെയ്തേക്കുന്നത് 10 റുപ്പീസ് കോയിൻ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോയിൻസിന്റെ നമ്പർ ആണ് ചോദ്യം എന്ന് പറയുന്നത്. കോയിൻസിന്റെ നമ്പർ നമ്മൾ എന്താ ചെയ്യുന്നത്? മൊത്തത്തിൽ 200 രൂപയാണ് ഉള്ളത്. അതിൽ ഓരോ 10 രൂപ കോയിൻ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഡിവൈഡ് ബൈ 10 ചെയ്യാം. 20 കോയിൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ കോയിൻസിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിച്ചേ? എമൗണ്ട് ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ വാല്യൂ എമൗണ്ട് എന്ന് എഴുതിക്കോ. എമൗണ്ട് ഡിവൈഡ് ബൈ അതിന്റെ വാല്യൂ. ഒരെണ്ണത്തിന്റെ വാല്യൂ 10 അല്ലേ? അപ്പൊ ഒരെണ്ണത്തിന്റെ വാല്യൂ. ഇവിടെയും അത് തന്നെയാണ്. നമുക്കിവിടെ 50 പൈസ എന്നൊക്കെ ½
rupees എന്ന് എഴുതാം, 25 പൈസയുടെ 1/4 rupees എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇത് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 3x-ഉം 5x-ഉം 7x-ഉം ആണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നമ്പർ ആകുമ്പോഴോ നമ്പർ 3x ഡിവൈഡ് ബൈ 1, 5x ഡിവൈഡ് ബൈ 1/2, ഇനി അടുത്ത 7x ഡിവൈഡ് ബൈ 1/4. അപ്പൊ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറും? ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുക. ഓക്കെ, പ്ലസ് ചെയ്യുന്നതിന് മുമ്പ് 3x ഈസ്റ്റു ഈ 2 അങ്ങ് മുകളിൽ പോകുമ്പോൾ 6x എന്ന് വരും, 4 അങ്ങ് മുകളിൽ പോകുമ്പോൾ 28x എന്ന് വരും. ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് 615 കോയിൻ ആണ്. ഇപ്പൊ നമ്പറിന്റെ റേഷ്യോ നമുക്കറിയാം. അപ്പൊ അതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ 9 വന്നു, 9 28 പ്ലസ് 9 ആകുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? 37x ആണ് വരുന്നത്. ഓക്കെ, 37x ആണ് 615 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിന്റെ വാല്യൂ 615 ഡിവൈഡ് ബൈ 37 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് 50 പൈസ കോയിൻ ആണ്. നമ്പർ ഓഫ് 50 പൈസ കോയിൻ എന്ന് പറഞ്ഞാൽ എത്ര? 6 ആണ്. അപ്പൊ ഇവിടെ ഇൻറ്റു 6 നമ്മൾ ചെയ്യണം. നമുക്ക് നോക്കുക, ഇത് രണ്ടും കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് നോക്കുക. എന്നാലും ഇവിടെ 2 എന്ന് വെച്ച് പറ്റത്തില്ല. 37 ഇൻറ്റു 2 ഒക്കെ ചെയ്താൽ നമുക്ക് 14 1 74 എന്ന് വരും. അതുകൊണ്ട് നമുക്ക് അത് വെച്ച് വരത്തില്ല. 1 ഇടുക, ഇവിടെ 1 ഇട്ടു. 37 ആകുമ്പോൾ 61 മൈനസ് 37 ചെയ്യുക. ബാലൻസ് 4 24 എന്നാണ് നമുക്ക് വരിക. 245 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ഇട്ടു, 245. 37 ഇൻറ്റു 5 ചെയ്യുക, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 വരുന്ന നമ്പർ ആണ്. അപ്പൊ 35 5 ഇൻറ്റു 3 15 ആണ് നമുക്ക് വരിക. 15ഉം 3 കൂടെ ആവുമ്പോൾ നമുക്ക് 18 എന്ന് വരുന്നു. ഓക്കെ, 185 ആണ് നമുക്ക് വരുന്നത്. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കേട്ടോ. 7 ഒക്കെ തന്നെ 5x. ഓക്കെ, ഇവിടെ 10x ആയിരുന്നേ. ആഡ് ചെയ്ത് തിരിച്ച് എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് തെറ്റിപ്പോയി കേട്ടോ. അപ്പൊ 10x-ഉം 13ഉം ഇതൊക്കെയാണ്. അപ്പൊ 38 പ്ലസ് 3 41x ആണ് വരുന്നത്. ഓക്കെ, 38 പ്ലസ് 3 41x ആണ് നമുക്ക് വരിക, 41. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 615 ഡിവൈഡ് ബൈ 41 ഇൻറ്റു 6 ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ രണ്ടും കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് ഇവിടെ 1 വന്നു. അപ്പൊ നമുക്ക് ബാലൻസ് കിട്ടുക 205 പിന്നെ എഴുതണം. അപ്പൊ 41 ഇൻറ്റു 5 ചെയ്യുക. അപ്പൊ 205 വരത്തുള്ളൂ. അപ്പൊ 15 ഇൻറ്റു 6 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. 15 ഇൻറ്റു 6 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 90 ആണ്. 50 പൈസ കോയിൻ അല്ലേ, 6 അല്ല, 10 നമ്പർ. അപ്പൊ 150 ആണ് ആൻസർ ആയിട്ട് വരിക. ഇത് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആണ്, ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ച് തെറ്റിയെന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് എന്ത് തന്നെയാ? വാല്യൂനെ നമ്മൾ അതിന്റെ ടോട്ടൽ എമൗണ്ട് ആണ് ഈ തന്നിരിക്കുന്നത്. 3x-ഉം 5x-ഉം 7x-ഉം ഒക്കെ അതിന്റെ ടോട്ടലി ഇത്ര എമൗണ്ട് ഉണ്ട്. 1 രൂപയുടെ 3x എമൗണ്ട് ഉണ്ട്, 50 പൈസയുടെ 5x എമൗണ്ട് ഉണ്ട്, 25 പൈസയുടെ 7x എമൗണ്ട് ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ വെച്ചിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. 3x ബൈ 1, 5x ബൈ ഹാഫ്, 7x ബൈ 1/4 ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്പറിന്റെ റേഷ്യോ കിട്ടും. 3x-ഉം 10x-ഉം 28x എന്നും കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ അതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് കോയിൻസ് ആണ് 615 കോയിൻ. അവിടുന്ന് എക്സിന്റെ വാല്യൂ നമുക്ക് എന്താന്ന് മനസ്സിലായി? എക്സിന്റെ വാല്യൂ 15 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് 50 പൈസ കോയിന്റെ എണ്ണമാണ്. എന്ന് പറഞ്ഞാൽ 10x-ന്റെ വാല്യൂ ആണ്. എക്സിന്റെ വാല്യൂ 15 ആണെങ്കിൽ 10x-ന്റെ വാല്യൂ 15 ഇൻറ്റു 10 ആണ്, 150 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? തന്നേക്കുന്ന എന്താണോ അതിലോട്ട് റേഷ്യോനെ കൺവേർട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നമ്പറിലാണ് റേഷ്യോ തന്നേക്കുന്നത്, പക്ഷേ തന്നേക്കുന്ന കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആണ്. ഓക്കെ, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നേക്കുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ആണ്. അപ്പൊ ഈ റേഷ്യോനെ എമൗണ്ടിലോട്ട് മാറ്റിയാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നേക്കുന്നത് വാല്യൂസിന്റെ റേഷ്യോ ആണ്. വാല്യൂസ്, ഓക്കെ, വാല്യൂസിന്റെ റേഷ്യോ ആണ് തന്നേക്കുന്നത്. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നേക്കുന്നത് എന്താണ്? കോയിൻസിന്റെ എണ്ണമാണ്. അപ്പോ എണ്ണവും വാല്യൂവും തമ്മിലുള്ള റേഷ്യോ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കേ. ഇഫ് എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി. ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചേക്കണം. ഇതൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A is directly proportional to B. B is directly proportional to 1/C അല്ലെങ്കിൽ B is inversely proportional to C. C is
directly proportional to D. What is the relation between A and D? A യും D യും തമ്മിലുള്ള relation ആണ് ചോദ്യം. അപ്പോൾ A is directly proportional to B എന്ന് തന്നിട്ടുണ്ട്, B is inversely proportional to C എന്ന് തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ C യും D യും directly proportional ആണ്, പക്ഷെ ഇവിടെ 1 ചേർത്ത് നമ്മൾ എഴുതുമ്പോൾ ഇവിടെ 1/C എന്ന് എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1/C വരുവാണെങ്കിൽ 1/D യും വരണം. കാരണം ഇത് കൂടുവാണെങ്കിൽ ഇതും കൂടണം, ഇത് കുറയുവാണെങ്കിൽ ഇതും കുറയണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ C കൂടിയെന്ന് വെച്ചോ, ഡീനെ ഞാൻ മുകളിൽ എഴുതി വെച്ചിരുന്ന എന്താ പ്രശ്നം? ഇത് കൂടുന്നതിനനുസരിച്ച് അത് കുറയത്തേ ഉള്ളൂ. അതുകൊണ്ട് ഡിയും എന്തായിട്ട് എഴുതണം? 1/D ആയിട്ട് എഴുതണം. എന്നാലേ C is directly proportional to D എന്ന് വരത്തുള്ളൂ. അപ്പോ എയും ഡിയും തമ്മിലുള്ള റിലേഷൻ എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. A is inversely proportional to D. ഓപ്ഷൻ C ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നു സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ ഇതൊക്കെ? നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിപ്പോ നോക്കിയേക്കുന്നത്. റേഷ്യോയില് പിന്നെ തേർഡ് പ്രൊപ്പോർഷൻ, മീൻ പ്രൊപ്പോർഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു, ഏതോ ക്ലാസ്സിൽ പറഞ്ഞായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ഓക്കെ, തേർഡ് പ്രൊപ്പോർഷൻ ഒക്കെ അറിയാലോ, ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാം. തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് നമ്പർ തന്നേക്കുവാണ്, 2 ഉം 3 ഉം. ഫൈൻഡ് ദ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് ചോദിച്ചാൽ 2/3 is equal to 3/x. ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ 2x is equal to 9 എന്ന് വരും. എക്സിന്റെ വാല്യൂ 9 divided by 2 എന്ന് പറഞ്ഞാൽ എത്ര? 4.5 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കുക. ഇവര് 3 പേരും പ്രൊപ്പോർഷണൽ ആണെന്നാണ്. അപ്പൊ രണ്ടാമത് നിൽക്കുന്ന ആളെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതിയാലേ തേർഡ് പ്രൊപ്പോർഷൻ കിട്ടത്തുള്ളൂ. ഇനി അടുത്ത മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ, മീൻ എന്ന് പറയുന്ന പേര് പോലെ തന്നെയാണ്, ഇടയ്ക്കുള്ള നടുക്ക് നിൽക്കുന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 2ന്റെയും 3ന്റെയും 2ന്റെയും 4ന്റെയും മീൻ പ്രൊപ്പോർഷൻ ആണെന്ന് വെച്ചോ. അപ്പൊ ഇടയ്ക്കുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഈ തന്നേക്കുന്ന രണ്ട് വാല്യൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. തന്നേക്കുന്ന രണ്ട് വാല്യൂ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 4 × 2 8. 8ന്റെ റൂട്ട് എടുക്കുക, അതാണ് മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് 3 വാല്യൂ തന്നേക്കും. എന്നിട്ട് നമ്മൾ അതിനെ എങ്ങനെ എഴുതണം? 2/3 is equal to 3/x. ഓക്കെ, 4/x. 2/3 is equal to 4/x. ഇനി പഴയതുപോലെ ക്രോസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. 2x equal to 4 × 3. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 4 × 3 divided by 2 ആകുമ്പോൾ ക്യാൻസൽ ചെയ്ത് 2 × 3 ആകുമ്പോൾ 6. ഇത് എനിക്ക് തോന്നുന്നു നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ അതേപോലെ കോമ്പൗണ്ടഡ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സിംപ്ലിഫിക്കേഷനിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ √7 എന്ന് പോവുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ത് തന്നെയാ? 7 എന്ന് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, പക്ഷെ ഇത് എവിടെ വരെ പോകണം? ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. റിപ്പീറ്റഡ് ആയിട്ട് √7 എന്ന് വരുവാണെങ്കിൽ ഇതിനിടയ്ക്ക് സൈൻ ഒന്നും ഇല്ലെങ്കിൽ എന്താണ് ആൻസർ? √7 ആണ് ആൻസർ. ഇനിയിപ്പോ റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ √7 വരെ 5 ആണ് ഇട്ട് പോയെങ്കിൽ ഇതിന്റെ ആൻസർ √5. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിന്റെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. റൂട്ട് എ ഇൻഫിനിറ്റി വരെ പോവുകയാണെങ്കിൽ ആൻസർ എന്താ? A തന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ക്വസ്റ്റ്യനില് ഇത് ഇൻഫിനിറ്റി വരെ പോകുന്നില്ല, നമുക്കത് സ്റ്റോപ്പ് ചെയ്തേക്കോ. 1 2 3 4 5 മാത്രമേ റൂട്ട് ഇട്ട് എഴുതിയിട്ടുള്ളൂ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യണ്ട, 5 അവിടെ ഇടുക. ഓക്കെ, 5 അവിടെ ഇട്ടിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ റൂട്ട്, നമ്മളിപ്പോ സ്ക്വയർ റൂട്ട് അല്ലേ, അപ്പോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതിന്റെ പവർ കണ്ടുപിടിക്കാണ്. 5 ആണ് ഇതിന്റെ ബേസ്. ഇതിനൊരു പവർ വരും, ആ പവർ ആണ് ഞാനിപ്പോ പറയുന്നത്. ചെയ്യേണ്ടത് സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് 2 എന്ന് എഴുതുക. എന്നിട്ട് 1 2 3 4 പവർ ഉണ്ടല്ലോ, അപ്പൊ 2⁴ എന്ന് എടുക്കുക. 2⁴ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര? 2 × 2 × 2 എന്ന് പറയുമ്പോൾ 16 എന്നല്ലേ വരിക? 16. അപ്പോ ഡിനോമിനേറ്ററിൽ 16 എന്നും ഇടണം, ഒന്ന് കുറച്ച് ന്യൂമറേറ്ററിൽ എഴുതുക 15 എന്നും. ഒന്നുകൂടെ ഞാൻ പറയാം, ഫസ്റ്റ് ഇതിന്റെ ബേസ് 5 ആയിട്ട് എഴുതുക. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് 2⁴ എടുക്കുക. 2⁴ എന്ന് എടുത്തിട്ട്
4 എന്ന് എടുക്കാൻ കാരണം 1 2 3 4 തവണയാണ് റൂട്ട് വരുന്നത്. അപ്പൊ 2⁴ എടുക്കുക. അപ്പൊ നമുക്ക് 16 കിട്ടുന്നുണ്ട്. 16. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 16 എന്ന് പറഞ്ഞാൽ ഈ പവറിന്റെ ഡിനോമിനേറ്റർ ആണ്. നമുക്ക് അതിന്റെ മുകളിലുള്ള വാല്യൂ കിട്ടണം. ഡിനോമിനേറ്ററിൽ 16 മുകളിലുള്ള വാല്യൂ എന്താ? ഒന്ന് കുറഞ്ഞുള്ള വാല്യൂ ആണ്. ഒന്ന് കുറഞ്ഞുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര? 15 ആണ് നമുക്ക് വരിക. 15 ഡിവൈഡഡ് ബൈ 6 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. 15 ഡിവൈഡഡ് ബൈ 6 ആണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെയായിരിക്കും വരിക? ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെയായിരിക്കും വരിക? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 13 ആണ് ബേസ്. ഇനി ഇതിന്റെ പവർ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? 2⁻². ഇവിടെ എത്ര റൂട്ട് ഉണ്ട്? 1 2 3 റൂട്ട് ഉണ്ട്. അപ്പൊ 2⁻3 എടുക്കുക. അപ്പൊ ഇതിന്റെ ബേസിൽ എന്ത് വരും? 8 എന്ന് വരും. 2⁻3 8 ആണല്ലോ. ഒന്ന് കുറച്ച് മുകളിലോട്ട് എഴുതുക. 8 നിന്ന് കുറച്ച് 7. അപ്പൊ 13⁻7/8 ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അത്രയും ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനോട്ട് പോട്ടെ. ഓക്കെ, അപ്പൊ ഈ ടൈപ്പുകൾ ഓർത്ത് വെച്ചേക്കുക. ഇൻഫിനിറ്റി വരെ വരുവാണെങ്കിൽ ആ റൂട്ടിന്റെ അകത്തുള്ള വാല്യൂ തന്നെയാണ് ആ എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇൻഫിനിറ്റി വരെ പോകുന്നില്ല, ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അകത്തുള്ള വാല്യൂ ബേസ് ആക്കി എടുക്കുക. പവർ എന്ന് പറഞ്ഞാൽ 2⁻, നമ്പർ ഓഫ് റൂട്ട് ആണ്. അതിന്ന് ഒന്ന് കുറച്ചാണ് പവറിന്റെ ന്യൂമറേറ്റർ എഴുതേണ്ടത്. ഓക്കെ, അത്രയും ഓക്കെ ആയി. ഇനി അടുത്തൊരു ടൈപ്പ് ആണ്. നമ്മൾ ഇത്രയും നേരം നോക്കിയാലും അടുത്ത സൈൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു സൈൻ കാണാൻ പറ്റും. പ്ലസ്, ഇങ്ങനെ √12 പ്ലസ് √12 പ്ലസ് √12 അപ് ടു ഇൻഫിനിറ്റി. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തന്നേക്കുന്ന 12നെ കോൺസിക്യൂട്ടീവ് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. നോക്കുമ്പോഴേ 12 ആകുമ്പോൾ 3 × 4 ആണ്. ഓക്കെ, 12 ആകുമ്പോൾ 3 × 4 ആണ്. കോൺസിക്യൂട്ടീവ് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോ കോൺസിക്യൂട്ടീവ് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലസ് ആണ് ഇടയ്ക്കുള്ള സിമ്പൽ എങ്കിൽ ഇതിന്റെ ആൻസർ വലിയ ആൻസർ അങ്ങ് എഴുതിയാൽ മതി. ഗ്രേറ്റർ നമ്പർ അങ്ങ് എഴുതുക. ഇതിന്റെ ആൻസർ 4 ആണ്. ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറയാം. ഇടയ്ക്കുള്ള സൈന് പ്ലസ് ആണ്. റൂട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്, ഇൻഫിനിറ്റി വരെ പോകുന്നു. ഇടയ്ക്കുള്ള സൈൻ പ്ലസ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് 12നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് നമ്പർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ 3 ഉം 4 ഉം ആണ്. 3 × 4. ഇനി അതിൻ്റെ അകത്ത് വലിയ നമ്പർ ആണ് പ്ലസ് വരുമ്പോഴുള്ള സിമ്പൽ. പ്ലസ് വരുവാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? വലിയ നമ്പർ ആയിരിക്കും. ഇനി ഇടയ്ക്ക് മൈനസ് ആയിരുന്നെങ്കിലോ? മൈനസ് ആയിരുന്നെങ്കിൽ കോൺസിക്യൂട്ടീവ് നമ്പർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് ചെറിയ നമ്പർ ആണ് ആൻസർ. 3 ആയിരിക്കും മൈനസ് വന്നാലുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോ കൺസെപ്റ്റ് എന്താ? നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ഇടയ്ക്ക് സൈൻ ഇല്ലെങ്കിൽ ആൻസർ 12 എന്ന് വന്നേനെ. പക്ഷെ ഇവിടെ ഇടയ്ക്ക് പ്ലസ് സൈൻ ഉണ്ട്. പ്ലസ് സൈൻ ഉണ്ടെങ്കിൽ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഫസ്റ്റ് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അതും കോൺസിക്യൂട്ടീവ് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. കോൺസിക്യൂട്ടീവ് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി 3 ഉം 4 ഉം. അപ്പൊ ഇടയ്ക്ക് പ്ലസ് ആയതുകൊണ്ട് 4 ആണ് ആൻസർ. ഇടയ്ക്ക് മൈനസ് ആയിരുന്നെങ്കിൽ ആൻസർ എന്ത് വരുമായിരുന്നു? 3 ആണ്. മൈനസ് ആയിരുന്നെങ്കിൽ മൈനസ് സൈൻ ആണെങ്കിൽ ആൻസർ 3 വരും. പ്ലസ് സൈൻ ആണെങ്കിൽ ആൻസർ 4 വരും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. വേറെ ടൈപ്പ് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പൊ √5 പ്ലസ് √5 പ്ലസ് √5 അപ് ടു ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പോവായിരുന്നെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഇതിനെ നമ്മൾ നോക്കുമ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പർ ആക്കാൻ പറ്റുന്നുണ്ടോ? 5 × 1 അല്ലേ 5. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ കോൺസിക്യൂട്ടീവ് നമ്പർ ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എക്സിന്റെ ഈ വാല്യൂ, ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ √4x + 1 + 1 ഡിവൈഡഡ് ബൈ 2 എക്സിന്റെ വാല്യൂ ഇതിന്റെ അകത്ത് വാല്യൂ കൊടുത്താൽ മതി. ഇതിൽ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ 5 ആണ്. ഈ റൂട്ടിന്റെ അകത്തുള്ള ആളെയാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇടയ്ക്ക് മൈനസ് ആണ്. പ്ലസിന് വരെ മൈനസ് ആണെങ്കിൽ √4x
+1 -1 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ സൈൻ മാറത്തുള്ളൂ, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ്. കോൺസിക്യൂട്ടീവ് നമ്പർ ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇത് ഇൻഫിനിറ്റി വരെ ഉണ്ട്, കോൺസിക്യൂട്ടീവ് നമ്പർ ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ √4x + 1 ഡിവൈഡഡ് ബൈ 2 ആണ്. പിന്നെ √4x + 1 -1 ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം എന്താണ് വരുന്നത്? √4x എന്ന് പറഞ്ഞാൽ 4 × 5 + 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ √21 + 1 ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇടയ്ക്ക് മൈനസ് ആണെങ്കിൽ √4 × 5 + 1 4 × 5 20 20 + 1 20 + 1 ആവുമ്പോൾ 21 -1 ഡിവൈഡ് ബൈ 2 ആണ്. ഇടയ്ക്ക് നെഗറ്റീവ് സൈൻ ആണെങ്കിൽ ഇതേ വരത്തുള്ളൂ. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇത്രയും 2 ടോപ്പിക്സ് ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇനി അടുത്തത് ഞാനിപ്പോ പറയുന്നത് നേരത്തെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെറിയ ക്ലാസ്സിലൊക്കെ ബോർഡ് മാസ് റൂൾ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ഒക്കെ അല്ലേ നമ്മൾ എപ്പോഴും ചെയ്തു പോകുന്നത്. അതൊക്കെ കോമൺലി കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് മാത്രം ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ എല്ലാവരും ചെയ്യും, അത് നിങ്ങളും ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഒരു പോർഷൻ ഓഫ് ആൾക്കാർ ചെയ്യത്തില്ല, കൺസെപ്റ്റ് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടോപ്പിക്സ് സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ വാല്യൂ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. പക്ഷേ ഇവിടെ നമുക്ക് പ്ലസ് ഉണ്ടെങ്കിലും ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 ഒരു സ്ഥലത്തുണ്ട്, ഇവിടെ 2 ഇല്ല, അങ്ങനെ വ്യത്യസ്തമായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നമ്പർ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് x ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതിനെ നമ്മളൊന്ന് x ആയിട്ട് എടുത്തു. ഇനി ചെയ്യേണ്ടത് x കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 1-2 വാല്യൂ എങ്കിലും പുറത്തോട്ട് വരണ്ടേ? ആണല്ലോ. അപ്പൊ ഇത് മൊത്തത്തിൽ ഇൻഫിനിറ്റി വരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് ഞാൻ x ആക്കി എടുത്തേക്കുന്നത്. ഞാനിപ്പോ എന്ത് ചെയ്തു? ഈ 63-നെ ഞാൻ എന്ത് ചെയ്തു? പുറത്തിറക്കാന്ന് ഞാനങ്ങ് വിചാരിച്ചു. അതുകൊണ്ട് 2 സൈഡിലും ഞാൻ സ്ക്വയർ ചെയ്തു. സ്ക്വയർ റൂട്ട് 63 പുറത്ത് വരണമെങ്കിൽ സ്ക്വയർ റൂട്ട് പോകണമല്ലോ. സ്ക്വയർ ചെയ്തു. അപ്പോ 63 പ്ലസ് ഫ്രണ്ടിൽ ഒരു 2 ഉണ്ട് റൂട്ട്. യഥാർത്ഥത്തിൽ നമ്മൾ x ആയിട്ട് അസ്യൂം ചെയ്തത് √63 പ്ലസ് 2√63 പ്ലസ് അങ്ങോട്ട് 2√63 എന്ന് പോകുന്ന ആളെയാണ്. അപ്പോ ഈ 2 പുറത്ത് വിട്ടാൽ ഈ 63 പ്ലസ് 2√63 പ്ലസ് 2√63 ഇത്രയും പോർഷൻ വീണ്ടും x അല്ലേ? ഇതിനെ നമുക്ക് x എന്ന് എഴുതിക്കൂടെ? x എന്ന് എഴുതാലോ. ഓക്കെ ആണല്ലോ. അപ്പോഴ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പില് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാം. 63 പ്ലസ് 2x = x² എന്ന് എഴുതാം. ഓക്കെ, 63 പ്ലസ് 2x, കാരണം അതിന് റൂട്ട് എന്തുകൊണ്ട് √x എന്ന് ഇട്ടില്ല എന്ന് ചോദിച്ചാൽ ഇത് ഫുൾ റൂട്ട് അടക്കമാണ് x എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോ ഇവിടെ നിന്ന് x² - 2x - 63 = 0 എന്ന് നമുക്ക് കിട്ടി. ഇത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. x ന്റെ വാല്യൂ ഏതൊക്കെ വരാം? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ പ്രോഡക്റ്റ് -63 വരണം, സമ്മ് -2 വരണം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും ആയിരിക്കും. നമുക്ക് 63 എങ്ങനെയാ കിട്ടുന്നേ? 7 × 9 ആണ് 63. ഇനി ഇതിൽ ആര് പോസിറ്റീവ് ആര് നെഗറ്റീവ് എന്ന് തീരുമാനിക്കുന്ന സമ്മിന്റെ സൈൻ ആണ്. സമ്മിന്റെ സൈൻ മൈനസ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ആൻസറില് ചെറിയ നമ്പറിന്റെ സൈൻ വേണം നെഗറ്റീവ് കൊടുക്കാൻ. അപ്പൊ -7ഉം 9ഉം ആണ് നമ്മുടെ ഉത്തരം. റൂട്ടിന്റെ അകത്തുള്ള വാല്യൂ ആയതുകൊണ്ട് തന്നെ, റൂട്ട് സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ടത് പോസിറ്റീവ് വാല്യൂ ആണ്. എക്സിന്റെ വാല്യൂ എന്താ വരിക? 9 ആണ്. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സമ്മിന്റെ വാല്യൂ മൈനസ് ആണെങ്കിൽ ബിഗ്ഗർ നമ്പറിന്റെ സൈൻ ആണ് മൈനസ് കൊടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളിത് സോൾവ് ചെയ്യാൻ നിന്നില്ലല്ലോ, ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കൊണ്ടുവന്നില്ലേ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് സം ചെയ്യുമ്പോൾ മൈനസ് ചിഹ്നമാണ് വരുന്നതെങ്കിൽ സ്മോളർ നമ്പറിന്റെ സൈൻ ആണ് എന്ത് കൊടുക്കേണ്ടത്? മൈനസ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി അവസാനം എഴുതുമ്പോൾ സൈൻ മാറി വരും. അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് സ്മോളർ നമ്പറിന്റെ സൈൻ, ഇപ്പൊ സമ്മിന്റെ സൈൻ മൈനസ് ആണെങ്കിൽ സ്മോളർ നമ്പറിന്റെ സൈൻ മൈനസ് ആയിട്ട് ഇട്ട് പഠിക്കുക. ഓക്കെ, ഇത് മനസ്സിലായില്ലേ?
ഒന്നുകൂടെ ഞാൻ പറയാം. തന്നിരിക്കുന്ന വാല്യൂവിനെ നമ്മൾ എക്സ് ആക്കി എടുക്കുക. ഈ എക്സ് ഇങ്ങനെ എഴുതിയതിനു ശേഷം എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു വാല്യൂവിനും പുറത്തിറക്കിയാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ 63 പുറത്തിറക്കാൻ വേണ്ടി രണ്ട് സൈഡിൽ ഞാൻ അങ്ങ് സ്ക്വയർ ചെയ്തു. അപ്പൊ 63 പ്ലസ് 2√63 അപ് ടു ഇൻഫിനിറ്റി വരെ വന്നു. അപ്പൊ ഈ 63 പ്ലസ് 2√63 അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്ത് വെച്ചേക്കുമല്ലായിരുന്നോ? അപ്പൊ 63 പ്ലസ് 2x ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 63 ഈസ് ഈക്വൽ ടു 0. ഇവിടുന്ന് എക്സിന്റെ വാല്യൂ എന്താ? -7,9 എന്ന് വന്നു. അവിടുന്ന് പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി, കാരണം റൂട്ടിന്റെ വാല്യൂ അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ 9 ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അത്രയും ക്ലിയർ ആയില്ലേ? ഇത്രയും മനസ്സിലായില്ലേ? അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, കാരണം ഇതിൽ വേറൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ നോക്കണ്ട, ഇതിൽ വേറൊന്നുമില്ല. 9,991/7 എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ 2/1/2ന്റെ ഉത്തരം എന്താ? 5/2 എന്നല്ലേ? അതേപോലെ 2 + 1/2ന്റെ ഉത്തരം എത്ര? അതും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/2 ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 2/1/2 എങ്ങനെ എഴുതാം? 2 + 1/2 എന്ന് എഴുതാം. അതേപോലെ തന്നെ തന്നിരിക്കുന്ന എല്ലാ മിക്സഡിനെയും ഇവിടെ ഒരു പ്ലസ് ഇട്ട് എഴുതാലോ. പ്ലസ് ഇട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ എല്ലാം പ്ലസ് ഇട്ടു. അപ്പോ 999 എന്ന് പറയുന്ന വാല്യൂ എത്ര തവണ വരുന്നുണ്ട്? 6 തവണ വരുന്നുണ്ട്. അപ്പൊ 999നെ 6 തവണ പ്ലസ് ചെയ്യുമ്പോൾ ഇൻറ്റു ചെയ്താൽ മതി. 54 5 9 5 54 5994 എന്നാണ് വരിക. ഓക്കെ, അത് വന്നു. ഇനി 594ന്റെ കൂടെ ഇനി എല്ലാത്തിന്റെ ഫ്രാക്ഷൻ വാല്യൂസിന്റെ എല്ലാം ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് പ്ലസ് ചെയ്ത് എഴുതിയാൽ മതി. 1 + 2 3 3 + 3 6 6 + 4 10 10 + 5 15 15 + 6 ആകുമ്പോൾ 21 21 ഡിവൈഡഡ് ബൈ 7 21 ഡിവൈഡഡ് ബൈ 7 ആകുമ്പോൾ 3 വരും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ 5994 + 3 എന്ന് പറഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ഇ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? എന്ത് ചെയ്താൽ മതി? നമ്മൾ എന്താ ചെയ്യുന്നേ? ആ ഫ്രാക്ഷന്റെ എല്ലാം നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പ്ലസ് ഇട്ട് എഴുതി. ഓക്കെ, പ്ലസ് ഇട്ട് എഴുതി നമ്മൾ എന്ത് ചെയ്തു? വാല്യൂ കണ്ടുപിടിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത്ര ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഇവിടെ വരെ ക്ലിയർ ആയിട്ട് പഠിച്ചോളുക, പ്ലസ് ഇട്ട് എഴുതുക. ഓക്കെ, വേറെ ഒരു കൺസെപ്റ്റും ഇല്ല. ഇടയ്ക്ക് പ്ലസ് ഇട്ട് എഴുതി, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രമേ 2x ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നമുക്ക് ആകെ തന്നിട്ടുള്ള 4x - 4x - 1 = 24. ഓക്കെ, അപ്പോ നമ്മളിവിടെ ചെയ്യേണ്ടത് എക്സിന്റെ വാല്യൂ സാധാരണ രീതിയിൽ ഇപ്പൊ 2⁵5 × 8 = 4x എന്ന് പറയുകയാണെങ്കിൽ ഇവിടുന്ന് എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും ബേസ് സെയിം ആക്കാം. ഇവിടെ 2 ആണ്, ഇവിടെ 8 ആണ്, ഇവിടെ 4 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് എല്ലാം കൂടെ അങ്ങ് സെയിം ആക്കണം. ബേസ് സെയിം ആക്കാന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ബേസ് സെയിം ആക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം 2ന്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് തന്നെ 2ലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ 2⁵5 2³ ആണ് 8. ഇവിടെ 2² എന്ന് എഴുതാം. ഇതെന്താണ്? പ്രോഡക്റ്റ് റൂൾ ആണ്. അപ്പൊ 2⁵. അപ്പൊ a⁻m × a⁻n എന്ന് പറഞ്ഞാൽ എന്താ? a⁻m + n ആണ്. അപ്പൊ നമുക്ക് കിട്ടുക 2⁵5 + 3 = 2⁵. ഇവിടെ തന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ a⁻m ഫോമിലാണ്. അപ്പൊ a⁻m × n എന്ന് നമുക്ക് വരും. അപ്പൊ a⁻m × n എന്ന് പറഞ്ഞാൽ പവറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ 2 × x എന്ന് വരും. ഇതെന്ന് പറഞ്ഞാൽ 2⁵8 = 2x എന്ന് വന്നു. ഇവിടെ പവർ ബേസ് സെയിം ആണെങ്കിൽ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് നിൽക്കണമെങ്കിൽ പവറും സെയിം ആണല്ലോ. അപ്പൊ 2x = 8 എന്ന് എഴുതി. എക്സിന്റെ വാല്യൂ എത്ര? 4. എക്സിന്റെ വാല്യൂ 4 എന്ന് കിട്ടിയില്ലേ? ഓക്കെ ആണല്ലോ? എക്സിന്റെ വാല്യൂ 4 കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെയും അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ
അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 4x minus 4x minus 1 is equal to 24. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ സെയിം ബേസ് ആക്കാൻ ഇവിടെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 2ന്റെ നെ ഒരു പവറിൽ എഴുതാൻ പറ്റത്തില്ല. 2 raised to 1 2, 2 square 4, 2 cube 8, 2 raised to 4 16, 2 raised to 5 32, അങ്ങനെയുള്ള വാല്യൂസ് ഇടയ്ക്ക് 24 വരുന്നില്ല. അതുകൊണ്ട് തന്നെ 2ന്റെ പവറിലൊന്നും എഴുതാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. ഇനി 4ന്റെ നോക്കിയേ, 4 raised to 1 4 ആണ്, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്, 4 ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്. അപ്പൊ 4ന്റെ പവറിലും എഴുതാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന പരുവത്തിലോട്ട് മാറ്റിയാലേ ഇതിനെ ഇനി ഫർദർ നമുക്ക് സോൾവ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമുക്കറിയാം a raised to m ഡിവിഷൻ a raised to n എന്ന് പറഞ്ഞാൽ എന്താ? a raised to m minus n ആണല്ലോ. ഓക്കെ, a raised to m ഡിവിഷൻ a raised to n എന്ന് പറഞ്ഞാൽ എന്താ? a raised to m minus n ആണ്. ഓക്കെ, അപ്പോ നമ്മൾ ചെയ്യേണ്ട എന്താണ്? പവറുകൾ എപ്പോഴാ മൈനസ് ആയിട്ട് വരുന്നത്? ഡിവിഷൻ ആയിട്ട് വരുമ്പോൾ 4x minus 4x by 4 raised to 1 എന്നായിരിക്കത്തില്ലേ ഇതിന്റെ എക്സ്പാൻഷൻ. പവറുകൾ മൈനസ് ആയിട്ട് വരുന്നത് എപ്പോഴാണ്? ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, equal to 24. ഇവിടുന്ന് 4x കോമൺ എടുക്കാം. രണ്ട് സ്ഥലത്തെയും ന്യൂമറേറ്റർ 4x ആണ്. അപ്പൊ നമുക്ക് 4x പോയി കഴിഞ്ഞാൽ ഇവിടെ 1 ഉം ഇവിടെ minus 1 by 4 is equal to 24. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 raised to x into 3 by 4 is equal to 24. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ 8 വന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് 4x equal to 8 into 4 32 എന്നാണ്. ഓക്കെ, 4x 32. അപ്പൊ 4x 32 ആവാൻ വേണ്ടി നമുക്ക് ഇനി വീണ്ടും ഈ 4x എന്ത് ചെയ്യണം? 2ന്റെ പവറിലോട്ട് ആക്കിയാലേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് 32 2-ലാണുള്ളത്. അപ്പൊ ഈ 4x എന്ത് ചെയ്യാ? 2 raised to 2 the whole raised to x എന്ന് എഴുതുക. 32 ആകുമ്പോൾ 2 raised to 5 എന്ന് എഴുതുക. അപ്പൊ നമുക്ക് കിട്ടുക 2x equal to പവർ സെയിം ആയി, ഇതിന്റെ പവർ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 2 raised to 2x is equal to 2 raised to 5. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2x, പവറുകൾ സെയിം ആണ്. അപ്പൊ 2x equal to 5, എക്സിന്റെ വാല്യൂ എന്താണ്? 5/2. ഓക്കെ, എക്സിന്റെ വാല്യൂ 5/2 കിട്ടിയില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് എന്താ? 2x the whole raised to x എന്ന് പറഞ്ഞാൽ 2 into എക്സിന്റെ വാല്യൂ 5/2 all raised to 5/2. അപ്പൊ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി 5 raised to 5/2 ആണ് നമുക്ക് വരിക. ഈ പവർ 5/2 വരിക എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റൂട്ട് എടുത്തിട്ട് 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ബൈ 2 പവറിൽ ബൈ 2 വന്നാൽ റൂട്ട് എടുക്കാനാണ്. അപ്പൊ ഇതിന്റെ മീനിങ് സ്ക്വയർ റൂട്ട് ഓഫ് 5 the whole raised to 5 ആണ്. അപ്പൊ സ്ക്വയർ റൂട്ട് 5 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. 2 റൂട്ട് 5 ചേരുമ്പോഴേ എത്രയായി? ഒരു 5 പുറത്തു വന്നു. പിന്നെ ഒരു 2 റൂട്ട് 5 ചേരുമ്പോഴേ ഒരു 5 വീണ്ടും പുറത്തു വന്നു. പിന്നെ ഒരു റൂട്ട് 5 ബാലൻസ് നിൽക്കും. എന്ന് പറഞ്ഞാൽ 25 റൂട്ട് 5 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടു പേടിക്കേണ്ട. മാക്സിമം വരാൻ പറ്റുന്നത് ഈ ഒരു ടൈപ്പ് ആണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. കൂടിപ്പോയാൽ ഇത്രേ വരത്തുള്ളൂ, അതിൽ കൂടുതലൊന്നും വരത്തില്ല. ഓക്കെ, അപ്പോ നമ്മള് സിംപ്ലിഫിക്കേഷന്റെ ബേസിക് ക്വസ്റ്റ്യൻസ്, ബോർഡ് മാസ് റൂൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്യും. അപ്പോ അഥവാ ഈ ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ സിംപ്ലിഫിക്കേഷൻ എന്താ പഠിക്കാനുള്ളത്? കൂട്ടാനും കുറയ്ക്കാനും ഇല്ല, വേറൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് വന്നത്. മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ പവർ സെയിം ആക്കാനാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ബേസ്, അതിന് ആദ്യത്തെ സ്റ്റെപ്പ് ബേസ് സെയിം ആക്കുക. ബേസ് സെയിം ആക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ചില കേസിൽ ബേസ് ഇവിടെ സെയിം ആക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലായി കുറച്ച് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ മനസ്സിൽ ആയ സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് ഇതിനെ മാറ്റുന്നു. അപ്പൊ 4x into 1 minus 1/4 is equal to 24 എന്ന് വന്നു. അവിടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് 4x is equal to 32 എന്ന് വന്നു. അവിടെ അതിനെ 2ന്റെ പവറിലോട്ട് മാറ്റുക. 2 raised to 2x is equal to 2 raised to 5 എന്ന് വന്നു. അവിടുന്ന് 2x equal to 5, എക്സിന്റെ വാല്യൂ 5/2. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? 2x the whole raised to x. അപ്പൊ 2 into 5/2 the whole raised to 5/2. അപ്പൊ 5 raised to 5/2 എന്ന് വരത്തില്ലേ? √5 into √5 into √5 into √5 into √5 എന്ന് വരും. എന്നാണ് 5 തവണ വരുന്നത്. പറഞ്ഞാൽ മൊത്തത്തിൽ 4 √5
5 ചേർന്ന് 2 5 പുറത്ത് വരും. ഒരു √5 അവിടെ ബാലൻസ് നിൽക്കും. അപ്പൊ 25 √5 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ സിംപ്ലിഫിക്കേഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. അത് കഴിഞ്ഞിട്ട് റേഷ്യോ ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? നിങ്ങൾ ഇതെല്ലാം ജസ്റ്റ് ഫസ്റ്റ് കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വെച്ച് റിവൈൻഡ് ചെയ്ത് കാണുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻസ് ആണ്. പ്രത്യേകിച്ച് ഒരു നോട്ട് എടുത്തിട്ട് എഴുതി വെച്ചേക്കാം. ഓക്കെ, റൂൾസ് എല്ലാം ഒക്കെ ഒന്ന് എഴുതി വെച്ചേക്കണം. ഓക്കെ ആണല്ലോ? അപ്പോ ഹാപ്പി ലേണിംഗ്, നന്നായിട്ട് പഠിക്കുക, എല്ലാം ഒരു നോട്ടായിട്ട് എഴുതിയെടുക്കുക. അതേപോലെ ഈ റുട്ടീൻ ഫോളോ ചെയ്യുക. നിങ്ങൾ ഇതനുസരിച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എക്സാമിന് മുമ്പ് റിവിഷനും കഴിഞ്ഞ് നല്ലൊരു കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതാൻ സാധിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് മൈൻഡ് സെറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ സക്സസ്ഫുൾ ആവുന്ന ഉറപ്പാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവാ, നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. അതേപോലെ ഈ നോട്ട്സ് ഒക്കെ എഴുതി എടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. ഒരു നോട്ടായിട്ട് തന്നെ കീപ്പ് ചെയ്യാം. നിങ്ങൾ സ്ലൈഡ് അയച്ചു തരുമോന്നൊന്നും ചോദിക്കണ്ട. നോട്ടായിട്ട് തന്നെ എഴുതി നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ബുക്ക് വേണം മാത്സിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് എഴുതി തന്നെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.